ഓം സന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. നമസ്കാരം. നമസ്കാരം വിജയജി, ആഗമയിലേക്ക് സ്വാഗതം. നമുക്ക് അങ്ങയിൽ നിന്ന് അറിയേണ്ട ആഗ്രഹമുള്ള ഒരു കാര്യം, നമ്മുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനങ്ങളെ പറ്റി പറയാമോ? സനാതനത്തിന്റെ ഈ സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും വിശ്വാസം ഇതെന്തോ കുറെ പേര് ഈ നാടൻപാട്ട് പോലെ എന്തൊക്കെയോ പറഞ്ഞു, ഒരു 100 പേര് 100 അഭിപ്രായം പറഞ്ഞു, അതൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ ഹിന്ദു എന്ന് വിളിക്കുന്നു എന്നൊക്കെയുള്ള നാരറ്റീവുകൾ ഒരുപാടുണ്ട്. പക്ഷെ സനാതനം എന്ന് പറഞ്ഞാൽ, സനാത് എന്ന് പറഞ്ഞാൽ അവ്യയം, അതായത് നശിക്കാത്തത്, അക്ഷയമായത്, നശിക്കാത്തതെന്നർത്ഥം. സനാതന ധർമ്മം എന്ന് കൂടി പറയുമ്പോൾ അവിടെ മൂല്യങ്ങളാണ് ധർമ്മം. അങ്ങനെ പല രീതിയിൽ പറയാം. ധരിക്കുന്നതാണ് ധർമ്മം, നമ്മളെല്ലാം ധരിച്ചു നിർത്തുന്നതാണ് ധർമ്മം എന്നൊക്കെ പറയാം. പക്ഷെ ശരിക്ക് ആദിശങ്കര ഭഗവത് പാദാചാര്യര് ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ജഗദ്ഗുരു എന്ന് പറഞ്ഞാൽ അത് ശങ്കരാചാര്യരാണ്. അപ്പോൾ ശങ്കരാചാര്യ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഗീതയുടെ ഉപോദ്ഘാതത്തിൽ. ജഗത സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു യഹ് സ ധർമ്മ. ഏതൊന്നാണോ ജഗത്തിന്റെ മൊത്തം നിലനിൽപ്പിന് കാരണമായിട്ടുള്ളത്, പ്രാണികളുടെ, മനുഷ്യന്റെ എന്നില്ല, നായയുടെ എന്നില്ല, മനസ്സിലായി, പ്രാണനുള്ള എല്ലാറ്റിൻ്റെയും, അതാണ് സനാതന ധർമ്മത്തെ ഏറ്റവും വലിയ മഹത്വം. മനസ്സിലായി. മറ്റെല്ലാ മതങ്ങളും മനുഷ്യന് വേണ്ടി മനുഷ്യനുണ്ടാക്കിയതാണ്. അവിടെയാണ് വയലാറിന് തെറ്റുപറ്റിയത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് കൂടി മണ്ണ് പങ്കുവെച്ചു. അത് തെറ്റാണ്. മണ്ണ് പങ്കുവെക്കുകയോ മല തുറന്ന് റബ്ബർ വെക്കുകയോ ഒന്നും നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗമല്ല. കാരണം ഇതൊരു യുദ്ധധർമ്മമല്ല. ഇത് നമ്മൾ പിടിച്ചടക്കാൻ വേണ്ടി, കീഴടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യന്റെ കുടില ബുദ്ധിയിലുണ്ടായ ഒരു ധർമ്മമല്ല. കുടില ബുദ്ധിയിലുണ്ടായതിനെ ധർമ്മം എന്ന് വിളിക്കാനും പറ്റില്ല, അത് അധർമ്മമാണ്, അല്ലെങ്കിൽ ഒരു മതമാണ്. മതം എന്നും പറയാൻ പറ്റില്ല. മതം എന്നതും ഒരു ഇതാണ്. അതായത് ഒരു ആപ്തന്റെ, അതായത് ആപ്തകാമന്റെ, അതായത് ഋഷിയുടെ അഭിപ്രായമാണ് മതം. ആപ്തൻ എന്ന് പറഞ്ഞാൽ കിട്ടിയവൻ, സിദ്ധിച്ചവൻ, നേടിയവൻ, എത്തിച്ചേർന്നവൻ. ആപ്തകാമൻ, എല്ലാ കാമങ്ങളും തീർന്നു, അപ്പുറത്ത് പോയി. അങ്ങനെ ഒരു മഹാപുരുഷന് ഭൗതികമായി യാതൊന്നും വെട്ടിപ്പിടിക്കണമെന്നില്ല. അങ്ങനെയുള്ളൊരു മഹാപുരുഷന്റെ അഭിപ്രായമാണ് മതമായി അഭിപ്രായപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്ന 2 പ്രധാനപ്പെട്ട മതങ്ങളും അടിസ്ഥാനപരമായി അക്രമ സ്വഭാവമുള്ളവയാണ്. മനസ്സിലായി. ഒരാള് കൊക്കിനെ പോലെയും, കൊറ്റി മത്സ്യം കൊത്തുന്ന ഒരാള് വ്യാഘ്രത്തെ പോലെയാണെന്ന് മാത്രം. രണ്ടുപേരുടെ ഉദ്ദേശം ഇര പിടിക്കുക എന്നുള്ളതാണ്. ഒരാള് തക്കം പാർത്തിരിക്കുന്നു, ഒരാൾ ഇങ്ങനെ ശാന്തിയുടെ വെള്ളക്കുപ്പായ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയും അവന്റെ നോട്ടം താഴെക്കൂടെ ആരെങ്കിലും ഒഴുകി വരുന്നുണ്ടോ അവരെ കൊത്തുക എന്നുള്ളതാണ്. മറ്റേ ആൾ അങ്ങനെയല്ല, നേരിട്ട് തന്നെ ആക്രമിക്കുകയാണ്. രണ്ടുപേരും അവരുടെ മതം എന്ന് പറയുന്നതിന്റെ അഭിപ്രായം എന്നല്ല, അവിടെ ആപ്തകാമന്മാരുടെ അല്ലെ സിദ്ധന്മാരുടെ അഭിപ്രായമല്ല അത്. മനസ്സിലായി. നമ്മുടെ യോഗശാസ്ത്ര പ്രകാരം കുണ്ടലിനി ഒന്ന് അനങ്ങുക പോലും ചെയ്തിട്ടില്ലാത്തവരുടെ അഭിപ്രായമാണ് അതൊക്കെ. കുണ്ടലിനി അവിടെ നിന്ന് എണീച്ച് തിരിഞ്ഞിടന്നാലും ആള് വളരെ മഹാത്മാവാകും. ഇത് കുണ്ടലിനി പിന്നെ എന്താ പറയുക, ഗുപ്തമായി ഇരിക്കുകയും കേവല കാമനകൾ മാത്രമുള്ളവരുടെ അതാണ്. അതുകൊണ്ടാണല്ലോ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണം, എത്ര ഭൂമി കിട്ടിയാലും മതിയാവില്ല, എന്നിട്ട് പറയാം സ്വർഗമാണ് ശരി എന്ന് പറയാം. എന്നാൽ ഭൂമിയിൽ കാണിക്കാവുന്ന മുഴുവൻ അക്രമങ്ങളും കാണിക്കുക, മനുഷ്യന് വേണ്ടി മാത്രം ചിന്തിക്കുക. അങ്ങനെ ദൈവത്തിന് ചിന്തിക്കാം. എല്ലാം സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ മനുഷ്യന് വേണ്ടി മാത്രം ചിന്തിക്കില്ല. ഇവിടെ ശങ്കരാചാര്യ എന്താ ഡിഫൈൻ ചെയ്തിരിക്കണേ? പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു എന്നാണ്. പ്രാണനുള്ള സകല പ്രാണസ്പന്ദനമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും അഭ്യുദയത്തിനും, അഭ്യുദയം മീൻസ് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, ഭൗതികമായ ഐശ്വര്യം, നിശ്രേയസം, ഇമാൻസിപ്പേഷൻ, ലിബറേഷൻ, സെൽഫ് റിയലൈസേഷൻ, ഏറ്റവും അവസാനത്തെ ലക്ഷ്യം മോക്ഷം. അപ്പം ഭൗതിക ജീവിതം ഐശ്വര്യപൂർണ്ണമാവണം, മോക്ഷവും സിദ്ധിക്കണം. അങ്ങനെ രണ്ടും സിദ്ധമാവുന്ന തരത്തിലുള്ള മൂല്യങ്ങൾ ഏതൊക്കെയാണോ ആ മൂല്യങ്ങളുടെ ആകെത്തുകയാണ് ധർമ്മം. അവ നശിക്കാത്തതായിരിക്കും വേണം. ഉദാഹരണം പറഞ്ഞാൽ ഇന്നത്തെ സ്വർണ്ണവില എത്രയെന്ന് ചോദിച്ചാൽ, ഇപ്പം അങ്ങയുടെ പേര് രാമദാസിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്നത്തെ സ്വർണ്ണവില എന്താണെന്ന് ചോദിച്ചാൽ ഒരു തുക പറയും. നാളെ ചോദിച്ചാൽ ഇതേ തുക പറഞ്ഞാൽ അങ്ങ് പറഞ്ഞത് സത്യമല്ല എന്നായി. മനസ്സിലായി. അപ്പൊ സത്യം എന്ന് പറഞ്ഞാൽ സനാതനത്തിന് തുല്യമാണ്. സത്യം എന്ന പദവും സനാതനതരം ഒരേ അർത്ഥമാണ്. വെച്ചാൽ ഇന്നലെ, ഇന്ന്, നാളെ എന്ന് മാറ്റം വരാതിരിക്കുന്ന പരിണാമപേശലമല്ലാത്ത ഒന്നിനെയാണ് സനാതനം എന്ന് പറയുന്നത്. ഇന്നലെ ഇങ്ങനെയായിരുന്നു, ഇന്ന് ഇങ്ങനെയാണ്, നാളെ എങ്ങനെയാവും, അങ്ങനെയല്ല. 3 കാലങ്ങൾക്കും അതീതമായിരിക്കുന്നതിനെയാണ് സത്യം എന്ന് പറയുന്നത്. ഇപ്പൊ പോലീസുകാർ ഇടിച്ചിട്ട് സത്യം പറയടാന്ന് പറയുമ്പോൾ ആ സത്യം ചിലപ്പോൾ നാളെ സത്യമായിക്കൊള്ളുന്നില്ല.
PSC ചോദ്യം ചോദിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? VD സതീശൻ എന്ന് എഴുതി. 2039 ചിലപ്പം സതീശനാവില്ല. അന്നത്തെ ചോദ്യത്തിൽ ഇത് എഴുതിയാൽ മതിയോ? അപ്പൊ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിങ്ങനെ 3 കാലഗണനയ്ക്കും അതീതമായി എല്ലാറ്റിലും ഒരുപോലെ നിൽക്കുന്ന ഒന്നിനെയാണ് സത്യം എന്ന് വിളിക്കാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ള മൂല്യങ്ങളെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ചെറിയ ഉദാഹരണം, വേദമാണ് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം. അപ്പൊ വേദം ഗ്രന്ഥമാണോ? ഗ്രന്ഥമാക്കപ്പെട്ടതാണ്. അത് ആദ്യമേ തന്നെ ദൈവം അവിടുന്ന് പ്രിന്റിംഗ് പ്രസ്സിൽ അച്ചടിച്ചിട്ട് ഇങ്ങോട്ട് ഒരു പുസ്തകമല്ല അത്. അതായത് ഞാനും അങ്ങും കൂടി തപസ് ചെയ്യാണ്. അങ്ങൊരു സ്ഥലത്തും ഞാനൊരു സ്ഥലം, അങ്ങ് ഹിമാലയത്തിലും ഞാൻ തിരുവണ്ണാമലയിലും തപസ് ചെയ്യാണ്. തപസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പക്ഷേ ഏതെങ്കിലും ദേവതയെയോ ഏതെങ്കിലും മന്ത്രശബ്ദത്തെയോ ജ്യോതിസിനെയോ പല വഴികളിൽ ധ്യാനിക്കാൻ പരമശിവൻ ഭൈരവതന്ത്രത്തിലൂടെ 112 ധ്യാനമുറകളെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആ 112 ഏതും ആവാം. ആ 112 ഏതോ ഒരു ധ്യാനമുറ പയറ്റിയിട്ടാണ് ബുദ്ധനായത്. ബുദ്ധൻ വേദത്തിനെതിരാണെന്നാണ്. അതെ, വൈദികനല്ല, വേദവിരുദ്ധനാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധനെ ഞാൻ മാനിക്കുന്നുമില്ല. എനിക്ക് ഒരുപാട് തെറിവുകൾ കേട്ടാലും ബുദ്ധനെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു കല്യാണം വീട്ടിൽ പോയി അല്ലെങ്കിൽ ഏതൊരു വീട്ടിൽ കൂടൽ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോടൊക്കെ, ഏതെങ്കിലും ഒരു വീട് താമസത്തിന് പോയാൽ അവിടെ ബുദ്ധൻ. ശിവനില്ല, രാമനില്ല, കൃഷ്ണനില്ല, അവിടെ ബുദ്ധനെ പ്രസന്റ് കൊടുക്കുക. അപ്പൊ എന്റെ ചോദ്യം, പരമശിവൻ പാർവതിക്ക് ഉപദേശിച്ച 112 തന്ത്രങ്ങളിൽ കേവലം ഒരു തന്ത്രം എടുത്ത് ഉപയോഗിച്ച് മോക്ഷവിദ്യയെ ശ്രമിച്ച നിർവ്വാണത്തെ മോക്ഷം എന്ന് പറയാൻ പറ്റില്ല. ബൗദ്ധമായ നിർവ്വാണം മോക്ഷമല്ല, അത് ശൂന്യതയാണ്, മഹാശൂന്യം. മഹാശൂന്യം എന്നത് ആജ്ഞാചക്രത്തിനും സഹസ്രാരത്തിനും ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പാണ് യോഗ വിദ്യ പ്രകാരം. ആജ്ഞാചക്രത്തിലെ മനോമണ്ഡലത്തെ പൂർണ്ണവികാസം പ്രാപിച്ചാൽ ഒരുപാട് സിദ്ധികൾ ഉണ്ടാവും. ദൂരെ നിന്ന് രാമദാസ് എന്താ ചിന്തിക്കണത്, അല്ലെങ്കിൽ ഇപ്പുറത്തിരുന്ന് ഷിബിൻ എന്താ ചിന്തിക്കുക, എനിക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ അപ്പൊ ആജ്ഞാചക്രത്തിന്റെ ഉണർവിന് ശേഷം ഒരു യോഗി പൂർണ്ണ ശൂന്യത്തിലേക്ക് പോകുന്നു. അവിടെയാണ് അനാത്ത എന്ന് ബുദ്ധ. അനാത്ത ആത്മാവില്ല, ഒന്നുമില്ല, അതുമില്ല, ഇതുമില്ല, ഒന്നുമില്ല, ശൂന്യം. പക്ഷേ അവിടെയാണ് ശങ്കരാചാര്യർ വന്നത്. ഹിന്ദു മതത്തിന്റെ ഒരു പ്രത്യേകത, അതായത് സനാതന ധർമ്മ പ്രത്യേകത, ഇതിനെ ആരൊക്കെ വെല്ലുവിളിച്ചാലും അവരെ കൊണ്ട് ഈ ചുമട് എടുപ്പിക്കും. എൻ്റെ ഷർട്ട് കണ്ടിട്ട് രാമദാസ് പറയണം ഇത് നന്നായിട്ടില്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ രാമദാസിന് ഇതേ ഷർട്ട് വാങ്ങിച്ച് ഇടിപ്പിച്ചാൽ ഉണ്ടാവും. അതാണ് ഹിന്ദുമതം. നിങ്ങൾ എന്താണോ സനാതന ധർമ്മത്തിനെതിരെ എറിയാൻ ഉപയോഗിക്കുന്ന കല്ല്, ആ കല്ല് കൊണ്ട് വീട് പണിയിച്ച് നിങ്ങളെ തന്നെ അവിടെ താമസിപ്പിക്കും. വിഗ്രഹാരാധന ഏറ്റവും കൊടിയ പാപമാണ് എന്നാണ് ക്രിസ്തുമതം പ്രചരിപ്പിച്ചതും അതാണ് ബൈബിളിലെ അവസാനത്തെ ഭാഗത്തുള്ളതും. ഈ ചന്ദ്രനും സൂര്യനും ഭൂമിയും ഉള്ളിടത്തോളം കാലം ആരാണോ കർത്താവിന്റെ പ്രതിമകൾ നിർമ്മിക്കുന്നത്, കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ മരം കൊണ്ടോ നിർമ്മിക്കുന്നത്, അവന് ഒരു കാലത്തും സ്വർഗത്തിൽ പ്രവേശനം, നിത്യ നരകത്തിലാവും പോകാന്നാണ് അവർ പറയുന്നത്. ഇന്ന് ഈ കേരളത്തിന്റെ റോഡ് സൈഡിൽ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങൾ ആരുടേതാണ്? മനസ്സിലായി, അവരുടേതാണ്. അതാണ് പരിപാടി. നമ്മൾ എന്താണോ എടുത്ത് കല്ലെറിയണത് ആ കല്ല് അവർ തന്നെ ചുമക്കും. ബുദ്ധമതം പറഞ്ഞു വേദമൊക്കെ പൊട്ടത്തരാണ്, പൊട്ടപ്പാട്ടാണ്, അരക്കോ എന്തൊക്കെയോ വിഡ്ഢിത്തരം വിളിച്ചു പറഞ്ഞു. പിന്നെ ഹിന്ദു മതത്തിന്റെ അല്ലെങ്കിൽ അടിസ്ഥാന ധർമ്മത്തിന്റെ എല്ലാം തെറ്റാണെന്ന് ബുദ്ധൻ പറഞ്ഞു. അനാത്ത, ആത്മാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശങ്കരാചാര്യ ഉദയം ചെയ്തു ബുദ്ധന് ശേഷം. ശങ്കരാചാര്യ ഉദയം ചെയ്തു വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് ഈ കേൾക്കുന്ന യുക്തിവാദികൾക്ക്, അംബേദ്കർ മതക്കാർ, അതൊരു മതമാണ്, അംബേദ്കർ മതക്കാർക്ക്, ക്രിസ്തു മതക്കാർക്ക്, ഇസ്ലാം മതക്കാർക്ക്, ജൂത മതക്കാർക്ക്, കമ്മ്യൂണിസ്റ്റ് മതക്കാർക്ക്, കോൺഗ്രസ് മതക്കാർക്ക് ഒക്കെ സ്വയം ചോദിച്ച് ഉത്തരം കണ്ടെത്താം. യുക്തിപരമായ യുക്തിയുക്തമുപാദേയം വചനം ബാലകാദപി എന്നാണ് നമ്മുടെ ശാസ്ത്രം. ചെറിയ കുട്ടി പറഞ്ഞാലും യുക്തിയുക്തമായ കാര്യങ്ങൾ സ്വീകരിക്കണം. അപ്പൊ ഗുരുമൂർത്തി പറഞ്ഞു എന്ന് വിചാരിക്കണ്ട, ഏതൊരു കുട്ടി പറഞ്ഞാലും ഇതിന് ഉത്തരം പറഞ്ഞാൽ മതി. ബുദ്ധൻ പറഞ്ഞു എല്ലാം ശൂന്യമാണ്, ആത്മാവില്ല. അപ്പൊ ശങ്കരാചാര്യർ പോയി ചോദിച്ചു, അയാളോട് ചോദിച്ചല്ല അവരുടെ ആൾക്കാരോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ശരി, ഒരു മുറി ശൂന്യമാണ് എന്ന് ഞാൻ പറയണം, അപ്പൊ ഈ സ്റ്റുഡിയോ ശൂന്യമാണ്. അപ്പോ ചോദിക്കുകയാണ്, ശൂന്യമായതിനെ ആര് കണ്ടു? ഇത് ശൂന്യമാണെന്ന് പറഞ്ഞ ഒരാൾ, അയാൾക്ക് അസ്തിത്വം ഇല്ലേ? ആർ വി നോൺ എക്സിസ്റ്റന്റ്? When I speak, I must be existent first. Yes. If I make a philosophy, I must exist first. True. That is inevitable. Yes. If Ambedkarism has to cherish in this world, you have to be an Ambedkar first. Yes. നിങ്ങൾ ഏത് സിദ്ധാന്തത്തെ എങ്ങനെ പ്രചരിപ്പിച്ചാലും there should be somebody who is speaking about it, and that person's existence cannot be denied. True. Very true.
അപ്പൊ നിങ്ങളുടെ അസ്തിത്വത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു സിദ്ധാന്തം പറയാൻ പറ്റുമോ? കാൾ മാർക്സ് എന്നൊരാള് ഉണ്ടായിരുന്നു. ഒരു സിദ്ധാന്തം അദ്ദേഹം ഏറ്റവും ശരി എന്നുള്ള ദാറ്റ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. ഞാൻ ഈ മാർക്സിയൻ സ്റ്റഡീസ് ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് മാർക്സിയൻ സ്റ്റഡീസിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. വേൾഡ് ഫേമസ് ഇപ്പോഴും മാർക്സിയൻ സ്റ്റഡീസിൽ PhD എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് മോശമാണെന്ന് ഞാൻ പറയില്ല. മാർക്സിയൻ സിദ്ധാന്തം തെറ്റാണെന്നോ അത് തല്ലിപ്പൊളിയാണെന്നൊന്നും ഞാൻ പറയില്ല. ആസ് എ ഫിലോസഫി അല്ലെങ്കിൽ എപ്പിസ്റ്റമോളജിയാണ്. ഫിലോസഫി എന്ന് പറയാം, ഇറ്റ്സ് എൻ എപ്പിസ്റ്റമോളജി, രീതിശാസ്ത്രമാണ്. ആസ് എൻ എപ്പിസ്റ്റമോളജി, a student of philosophy must study Marxism too. Marxism and Leninism, everything should be studied. നമ്മൾ വിജ്ഞാനത്തിനെതിരല്ല. ഹിന്ദുക്കൾ അടിസ്ഥാനപരമായി വിജ്ഞാനത്തിനെതിരല്ല. അതാണ് ഹിന്ദുക്കൾ ഏറ്റവും വലിയ പ്രത്യേകത. അറിവിനെതിരല്ല. ബുദ്ധമതക്കാർ വന്നു, എന്താ ആള് പറയണത്? അല്ലാണ്ട് ബുദ്ധമതം വന്നു പറഞ്ഞേ ഈ മുഹമ്മദ് നബി ചെയ്തതുപോലെ അവൻ അടിക്ക്, അവൻ നമ്മൾ പറഞ്ഞതിനെതിരാ പറയണം, അവൻ കൊല്ല്, അങ്ങനെ പറഞ്ഞില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഉണർന്നവരുടെ മതമാണിത്, തുറന്ന മതമാണ്. തുറന്നല്ല, ഇതിന് ചട്ടക്കൂടൊക്കെ ഉണ്ട്. പക്ഷെ ഉണർന്നവന്റെ മതം. ഇപ്പൊ പറയുന്ന അഭിപ്രായം പറയുന്നതിന് ഒരു ഗുണം എന്താണ്? അവൻ്റെതും കേൾക്കാനുള്ള ഒരു ഗുണം മനസ്സുണ്ട്. മനസ്സല്ല, നമ്മുടെ രാജാക്കന്മാർ ഇവിടെ വിളിച്ചു വരുത്തി, ഇവിടെ സ്ഥലം കൊടുത്തു, പള്ളി വെച്ചോളൂ, പള്ളിക്കൂടം വെച്ചോളൂ, നിങ്ങളും ഫ്ലറിഷ് ചെയ്തോളൂ എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഇവിടെ എന്നിട്ട് ഹിന്ദുവിനോട് എടാ നീയൊക്കെ പിന്നെ വിഗ്രഹാരാധകരല്ലേ, നിനക്കൊക്കെ ജാതി പ്രശ്നമല്ലേ, നീയൊക്കെ തല്ലിപ്പൊളിയല്ലേ എന്ന് പറയാൻ കാരണം എന്താണ്? അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് മേഴ്സി ഓർ ഗ്രാൻഡ് മൈൻഡ്, അല്ലേ? സത്യം. എന്താ പറയണ്ടത്? ജനറോസിറ്റിയാണ് നമ്മുടെ രാജാക്കന്മാരുടെ, അതും ആചരണയുക്തരായിരുന്ന ഹിന്ദുക്കളുടെ. ഇഫ് യു ഗോ ടു അബുദാബി, ഇഫ് യു വോണ്ട് ടു മേക്ക് എ ടെമ്പിൾ, അതിന് വേറെ തരം പ്രഷർ വരണം. ഇപ്പോഴൊക്കെയാണ് ഈ ലോകം ഇത്രയും വെളിച്ചം വന്നതിന് ശേഷമാണ് അതൊക്കെ വന്നത്. ഇപ്പൊ മുഹമ്മദ് നബിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം, അദ്ദേഹം ഒരു സിദ്ധാന്തം ഉണ്ടാക്കി. എന്താണ്? അദ്ദേഹത്തിന് പെട്ടെന്നൊരു വഹി എന്ന് വെച്ചാൽ ഒരു ദിവ്യമായ വെളിപാട് വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി ക്ലെയിംസ് ടു, ഐ കാൺട്ട് ടെസ്റ്റിഫൈ, ഐ കാൺട്ട് ഒരു കൊണ്ട് ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അദ്ദേഹത്തിന് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആണ്. സം ഗോബ്ലിൻ ഓർ സംതിങ്, ഒരു ഏഞ്ചൽ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ജിബ്രീൽ, ഒരു മാലാഖ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തോട് പറയുകയാണ് ഇങ്ങനെ പല വചനങ്ങൾ, ഇത് അള്ളാഹുവിന്റെ വചനങ്ങളാണെന്ന് പറയുകയാണ്. അതിന് നമ്മൾ കേൾക്കുന്നു, അല്ലേ? എന്നിട്ട് ഹിന്ദു എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഹിന്ദുവിന് ഒരു ഖുറാൻ കൊണ്ട് കൊടുത്താൽ അവൻ ഒരിക്കലും വലിച്ചെറിയില്ല. ഹിന്ദുവിന്റെ ബൈബിൾ കൊണ്ട് കൊടുത്താൽ ഒരിക്കലും വലിച്ചെറിയില്ല. അവനത് ഒന്ന് നോക്കും. പക്ഷേ ഹിന്ദുവിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ എത്ര മതം മാറ്റിയാലും അവന്റെ ഉള്ളിൽ കിടക്കുന്ന ജീൻ എന്തിൻ്റെതാണ്? ലോകത്തെ ഏറ്റവും സ്വതന്ത്ര ചിന്തകരുടെ ജീനാണ്. ഋഷിമാരെന്നാരോ വിളിക്കുക, സിദ്ധന്മാരെന്നും പറയുന്ന തെക്കൻ നാട്ടിൽ പ്രത്യേകിച്ചും സിദ്ധന്മാരെന്ന് പറയും. ഈ മഹാത്മാക്കളുടെ ജീനാണത്. നമുക്ക് രണ്ട് എക്സിസ്റ്റൻസ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ്. നമ്മുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസിന്റെ കാരണം ദാമോദരൻ നായരോ അല്ലെങ്കിൽ ശങ്കരായ്യരോ ഒക്കെ ആയിരിക്കും, അച്ഛനോ അമ്മയൊക്കെ, അല്ല, അത് വേറെ വ്യത്യാസം. ബട്ട് ദാറ്റ് ഇസ് അനദർ തിങ്. പക്ഷെ നമുക്കൊരു ഇന്റലക്ച്വൽ എൻറ്റിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇന്നർ സൈക്കി എന്നൊക്കെ പറയാം. അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അതിന്റെ പിതൃത്വം ഋഷിമാരിലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അയ്യോ നിങ്ങൾ ഹരിജനങ്ങൾക്കൊക്കെ ഋഷിമാരുടെ പിതൃത്വം ഉണ്ടോ? ഗുരുമൂർത്തിക്ക് അങ്ങനെ പറയാം. അതാണ് ഇപ്പൊ കമന്റുകൾ ഞാൻ വായിക്കുന്നതാണ്, നിങ്ങൾ വായിക്കണ്ടാവല്ലോ. ഞാൻ പറയട്ടെ, ശ്രീനാരായണ ഗുരുദേവൻ ഋഷിയാണ്, ഒരു സംശയമില്ല. ചട്ടമ്പി സ്വാമികൾ ഋഷിയാണ്, ഒരു സംശയമില്ല. പോട്ടെ, അയ്യങ്കാളി പൂർണ്ണ ഋഷിത്വമുള്ള ആളാണ്. അയാളുടെ ദർശനങ്ങൾ അങ്ങനത്തെയാണ്. ഓഫ് കോഴ്സ് അത് റിവോൾട്ട് ആണെങ്കിലും അതിന്റെ ഉള്ളിൽ കിടക്കുന്നതും അടിസ്ഥാനപരമായിട്ട് മനുഷ്യരോടുള്ള കരുണയാണ്. വാൽമീകി ഏത് ജാതിക്കാരനാ? ഇപ്പോൾ നോക്കിയാൽ കർണാടകയിലെ ബേഡ സമുദായക്കാരാണ്. ബേഡ എന്ന് പറഞ്ഞാൽ വേടന്മാര്. അത് നിഷാദ വർഗ്ഗക്കാർ, കാട്ടിൽ ജീവിക്കുന്ന ഈ നാല് വർണ്ണാശ്രമത്തിലും പെടാത്തവരാണ്, 4 വർണ്ണങ്ങളിലും പെടാത്തവരാണ്. നിഷാദ വർഗ്ഗക്കാരനായ ബേഡ സമുദായക്കാരനായ വാൽമീകിയുടെ രാമായണല്ലേ നമ്മുടെ അടിസ്ഥാനമായ ആദികാവ്യം. ആരെങ്കിലും പറയാം ഈ വാൽമീകിയുടെ പുസ്തകം തുടർന്ന് തൊട്ടുകൂടായ്മണ്ടെന്ന് പറയുമോ? നമ്പൂരി വായിക്കാണ്ടിരിക്കുവോ? ഇല്ല. സോ അപ്പൊ നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു നാരറ്റീവ് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. ആ നാരറ്റീവിനെ പോഷിപ്പിക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് ചിന്തകന്മാരെ ഞങ്ങൾ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഇന്നലെ കൂടെ ഒരു നമ്മുടെ സി രവിചന്ദ്രനാണെന്ന് തോന്നുന്നു, സി രവിചന്ദ്രൻ, അദ്ദേഹം പറയണ്ടായി, ഒരിക്കലും മനുഷ്യരില്ലാണ്ടായാൽ ദൈവങ്ങളും ഇല്ലാതെയാവും. എന്താണെന്ന് വെച്ചാൽ എല്ലാ മതങ്ങളെയും ദൈവങ്ങളെയും മനുഷ്യനുണ്ടാക്കിയതാണ്. അതാണ് ആ തോട്ടിനെ ആദ്യം അടിച്ചത്. അതായത് ഇന്നലെ ഞാൻ വരുമ്പോ എന്റെ സുഹൃത്ത്, അദ്ദേഹം ഡ്രൈവ് ചെയ്തിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗുരുജി ഒരു കാര്യം കണ്ടോ, പിന്നെ ഇപ്പൊ നിങ്ങൾ സുഹൃത്ത് ഗുരുജി എന്നാണ് വിളിക്കുന്നത്, അങ്ങനെയും ഉണ്ടാവല്ലോ, അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാവല്ലോ. അർജുനൻ കൃഷ്ണൻ സുഹൃത്തുക്കളാണ്. അതുപോലെ ഇപ്പോ ഗുരുജി ഇന്നലെ പ്രളയം, ഇവിടെ കേരളത്തിൽ വെള്ളം കൂടുതലാണല്ലോ, തെരുവുനായ്ക്കളാണല്ലോ ഈ പോയിട്ട് മല തുറന്നിട്ട് റബ്ബർ വെക്കുന്നത്.
തെരുവുനായ്ക്കള് സംഘം ചേർന്നിട്ട് ഹൈറേഞ്ചും മലയും കീഴടക്കി അവിടുത്തെ തനത് ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ച് ആനകളെ കഞ്ചാവ് കൃഷിക്ക് വേണ്ടിയിട്ടും ചാരായം മാറ്റാൻ വേണ്ടി തെരുവുനായ്ക്കൾ പുറത്തേക്ക് ഓടിച്ച് ആ മലകളൊക്കെ തുരന്ന് വീട് വെച്ചും പള്ളിയും പള്ളിക്കൂടും വെച്ചിട്ടും റബ്ബർ വെച്ചിട്ടും ഈ ഉരുൾ പൊട്ടിച്ചു. അതുകൊണ്ട് തെരുവുനായ്ക്കൾക്ക് ചോറ് കൊടുക്കാൻ പാടില്ല എന്നാ പറയുന്നത് കോടതി. ഇതൊക്കെ ചെയ്താരാണ്? മനസ്സിലായി. പ്രളയത്തിന് ഉത്തരവാദി തെരുവുനായ്ക്കളാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഈ മനുഷ്യന് വെള്ളം മുങ്ങി ചത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിഷ്കളങ്കരായ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഓടുന്ന ഈ നായ്ക്കളെ കല്ലെറിയാനും കൊല്ലാനും കോടതി പോലും പറയുന്ന നാട്ടിലാണ് ജീവിക്കുന്നത്. അതിന് മതലോബികളുണ്ട്. അവർക്ക് ചാരായം പാറ്റാൻ ആന നിന്നാൽ പറ്റില്ല. ആന അകത്ത് നിന്നാൽ അത് കോട കുടിക്കാൻ വരും. ആന ഓടിക്കണം. ആന അരിക്കൊമ്പൻ, മറ്റേ ഹിറ്റ്ലർ കൊമ്പൻ, സ്റ്റാലിൻ കൊമ്പൻ എന്നൊക്കെ പേരിടും. പത്രക്കാർ മാതൃഭൂമിയെ പോലെ നീച പത്രങ്ങൾ, മാതൃഭൂമിയെ പോലെ നീചമായ വാർത്ത കൊടുക്കുന്ന പത്രങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ആവാസ വ്യവസ്ഥയിലെ മറ്റ് ജീവജാലങ്ങളെല്ലാം എറിഞ്ഞോടിച്ചും കൊന്നും തീർത്തിട്ട് മനുഷ്യൻ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്നുള്ള ഒരു വ്യവസ്ഥ സൃഷ്ടിക്കുന്നത് സനാതന ധർമ്മത്തിന് വിരുദ്ധമാണ്. സത്യമായിട്ടും. അതുകൊണ്ടാണ് ശങ്കരാചാര്യ പ്രാണിനാം, എല്ലാ പ്രാണികൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എങ്ങനെ ജീവിക്കാൻ? വിത്ത് ഓൾ പ്രോസ്പെരിറ്റി അപ് ടു ദെയർ ലെവൽസ്. ഒരു നായയുടെ പ്രോസ്പെരിറ്റി എന്താ? ആഹാരം കിട്ടുക, കിടക്കാൻ ഇടണ്ടാവുക, ആരും ഉപദ്രവിക്കാതിരിക്കുക. മനുഷ്യന് ചിലപ്പോൾ ബെൻസ് വേണ്ടി വരും, അല്ലെങ്കിൽ പോപ്പിന് ലോകത്തെ ഏറ്റവും വലിയ സെക്യൂരിറ്റി വേണ്ടി വരും, ഈശ്വരന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും. മനസ്സിലായി. അപ്പോ അങ്ങ് ചോദിച്ച ചോദ്യത്തില് എന്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, ഗുരുജി, പ്രളയത്തിൽ മനുഷ്യൻ കഴുത്തറ്റം വെള്ളത്തിൽ പോകുമ്പോ ഒരുത്തൻ കൃഷ്ണന്റെ വിഗ്രഹം പൊക്കി പിടിച്ചിരിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിന്റെ ഒരു വിഗ്രഹം പൊക്കി പിടിച്ചിരിക്കുന്നു, വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരു ആൾക്കാരെന്നും മറ്റവൻ പൂജാൻ പറയുന്നു. അപ്പൊ താഴെ കമന്റ്, ദൈവങ്ങളെ മനുഷ്യൻ രക്ഷിക്കുന്ന കാലം. സത്യത്തിൽ ഇതെന്താണ്? ആ വിഗ്രഹമാണോ കൃഷ്ണൻ? അല്ല. ക്രിസ്തുവിനെ പറ്റി ഞാൻ പറയുന്നില്ല, അതെന്റെ ജോലിയല്ല, അവര് പറഞ്ഞോട്ടെ. എന്റെ കൃഷ്ണൻ എന്താ പറഞ്ഞത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എനിക്ക് യേശുവിന്റെ കാര്യമൊന്നും അറിയില്ല, ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയില്ല. എന്റെ കൃഷ്ണൻ പറഞ്ഞത്, ഗീതയിൽ പറഞ്ഞത്, ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹിന്ദുവിന് പറയാം കൃഷ്ണനെ കൃഷ്ണൻ തന്നെയാ പൊക്കിക്കൊണ്ട് നടക്കണേ. പറയാം, ഉറപ്പായിട്ട് പറയാം. ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റില്ല. കാരണം ക്രിസ്ത്യാനിയിൽ മനുഷ്യന്റെ ഉള്ളിൽ ഈശ്വരൻ ജീവിക്കുന്നില്ല. ബൈബിളിൽ ഉണ്ട് ചില വചനങ്ങൾ അങ്ങനെ, പക്ഷെ അവരതല്ല വിശ്വസിച്ചത്. സ്വർഗസ്ഥനായ പിതാവിനെ വിളിക്കും, ഹൃദയസ്ഥനായ പിതാവിനെ വിളിക്കുന്നില്ല. ഉണ്ടോ? എനിക്കറിയില്ല. ഇല്ലില്ല. ഹൃദയത്തിലുണ്ടെന്നൊക്കെ അവർ, ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ, പിന്നെ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് വിതിൻ എന്നൊക്കെ ഉള്ള വചനങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ അതവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അവരെ അങ്ങനെയാണെങ്കിൽ അവർ തെരുവുനായകളെ ആനയൊക്കെ ഓടിക്കുമോ? എല്ലാറ്റിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ. ഞാനൊരു നായയെ കല്ലെടുത്തെറിയുന്നു, അത് കരഞ്ഞുകൊണ്ട് ഓടുന്നു. എന്നെ സംബന്ധിച്ച് അൾട്ടിമേറ്റ്ലി ഞാൻ എന്നെ തന്നെ അറിഞ്ഞ എന്റെ അസ്തിത്വം തന്നെ അതിനും. ഇങ്ങനെ എല്ലാറ്റിലും ഒരേ അസ്തിത്വം കുടികൊള്ളുന്നു കണ്ടു പിടിച്ച ധർമ്മം സനാതന ധർമ്മമാണ്. നൺ എൽസ്. ഇങ്ങനെ ചിന്തിക്കാൻ മറ്റു ലോകത്ത് ഒരു സിദ്ധാന്തത്തിനും പറ്റിയിട്ടില്ല. ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സിദ്ധാന്തം വളർന്നുള്ള ഗുണം എന്താണ്? എല്ലാവർക്കും ഇവിടെ ജീവിക്കാം. ആ അരിക്കൊമ്പനും ജീവിക്കാം, എനിക്കും ജീവിക്കാം, ദുര ഇല്ലാതാവും. ഏറ്റവും തമാശ എന്താ വെച്ചാലേ, 100 കോടിയുടെ അരമനയിൽ തേക്ക് മാത്രം കൊണ്ട് പണിത വാതിലുകളും വിളക്കുമാടങ്ങളും ഡൈനിങ് ടേബിളും കട്ടിലും ഒക്കെയുള്ള അരമനയിൽ അകത്ത് ത്യാഗം ശീലിക്കാൻ വേണ്ടി ഭക്ഷണം ഉപേക്ഷിച്ച് വ്രതമിരിക്കുന്ന കന്യാസ്ത്രീ ആലോചിച്ച് നോക്കൂ. അതിന്റെ പേരെന്താണ്? കാപട്യം എന്നാണ്. ഹിപ്പോക്രസി. കാരണം ഞാൻ ഇരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിന്റെ അകത്തിരുന്നിട്ട് ഞാൻ സ്വയം ഭക്ഷണം ഉപേക്ഷിച്ച് പട്ടിണി ഇരിക്കുകയാണ്. അപ്പൊ ഐ എം ടെലിംഗ് പീപ്പിൾ that I am sacrificing my meal for God. ഈ കാപട്യത്തിന്റെ പേരാണ് മതം. എന്നാൽ ഹിന്ദുക്കൾ അങ്ങനെ സന്യാസിയാവാൻ പറ്റില്ല. സന്യാസിയാവണമെങ്കിൽ ഹിന്ദുക്കൾ എന്ത് ചെയ്യണം? സ്വയം തോന്നണം. എന്നിട്ട് വസ്ത്രം, കുടുംബത്തിന്റെ സൗഖ്യം, എപ്പോൾ അടുത്ത അന്നം കിട്ടുമെന്ന് അറിയാത്തൊരവസ്ഥ വന്നാലേ സന്യാസാവുള്ളൂ. സത്യം. ഹിന്ദുക്കൾ മഠം കെട്ടി താമസിക്കാൻ തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല. ശങ്കരാചാര്യർക്ക് ശേഷമാണ്. ശങ്കരാചാര്യാണ് മഠം കെട്ടിയാള്. എന്തിനാ മഠം കെട്ടിയത്? ശങ്കരാചാര്യർക്ക് മനസ്സിലായി ബുദ്ധമതം ഓർഗനൈസ്ഡ് ആയിട്ട് 80,000 മിഷണറിമാരെയാണ് ലോകം മുഴുവൻ പറഞ്ഞു വെച്ചത്. അങ്ങനെ ധമ്മപദയുടെ ടീച്ചിങ്സ് വളരെ കൃത്യമായി മോഷ്ടിച്ചാണ് പുതിയ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഓഷോ രജനീഷിനെ പോലെ ധിഷണാശാലിയായ ഒരു മനുഷ്യന് നോബൽ പ്രൈസ് കൊടുത്തിട്ടില്ല. അദ്ദേഹത്തെ ഹോണ്ട് ചെയ്യായിരുന്നല്ലോ. അതിന് കാരണം എന്താ? അൾട്ടിമേറ്റ് അയാൾ ക്രിസ്തു മതത്തിന് ഉപകാരം ചെയ്യാത്ത ആളാണ്. പക്ഷേ
ടിറ്റ് നോട്ട് ഹാങ് എന്നൊരു എഴുത്തുകാരുണ്ട്, വായിച്ചിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹത്തെ വായിച്ചിട്ടില്ല. നോട്ട് ഹാൻ. ഓക്കെ. ഇപ്പൊ ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ പോപ്പുലർ ആണ്. ഞാൻ ഒരിക്കൽ ഒരു 10 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിനെ അമൃതപുരിയിൽ ഇരിക്കുമ്പോൾ, ഹോസ്റ്റൽ റൂമിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിൽ ഈ പുസ്തകം കണ്ടു. അങ്ങനെ പേരുകളൊക്കെ വൈറ്റ് ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞ പേരുകളാണ് ബുക്കിന്. ഞാൻ കുറച്ചിങ്ങനെ വായിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, സോ ടുഡേയ്സ് ബുദ്ധിസം ഈസ് എ ലിവിംഗ് റൂം ഓഫ് ക്രിസ്ത്യാനിറ്റി. Okay. Whoever preaches Buddha has an ulterior intention to preach Christianity within, without telling you what his intention is. ചിലര് ഈ ക്രിസ്ത്യാനിറ്റി ദ്വൈതമാണെന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ പൊട്ടത്തരാണ്. ചില സന്യാസിമാരുണ്ട്, മുനിനാരായണ പ്രസാദിനെ പോലെ, ഈ ക്രിസ്തുമതത്തെ സൂചിപ്പിച്ച് ജീവിക്കുന്നവർ. അങ്ങനത്തെ അയാൾ മരിച്ചുപോയി അല്ലേ, അയാൾ മരിച്ചുപോയി. അവർക്ക് ഇത് കമ്പാരിസൺ പറഞ്ഞ പൈസ കിട്ടും, പണം കിട്ടും. നല്ല വിമർശനം വരും എനിക്ക് ഉറപ്പായിട്ടും, പക്ഷെ വരണമല്ലോ. എനിക്കും പറഞ്ഞൂടെ, അയാൾക്ക് പറയാൻ എനിക്ക് പറഞ്ഞൂടെ. അപ്പോ ഈ തിക് നട്ട് ഹാനിന് പല അവാർഡുകൾ കൊടുക്കുന്നു ലോകം മുഴുവൻ, വലിയ സ്വീകാര്യതയാണ്. ഇയാൾ ശരിക്കും വിയറ്റ്നാംകാരനാണ്. വിയറ്റ്നാം ആരെല്ലാം ടോർച്ചർ ചെയ്യപ്പെട്ടത്? അമേരിക്കൻസ് ആണ്. അൾട്ടിമേറ്റ്ലി അത് ക്രിസ്ത്യൻ നേഷനാണ്. അതെ അതെ. ആരാ അവാർഡ് കൊടുക്കുന്നത്? അവര് തന്നെയാണ്. അവർ തന്നെയാണ്. ഇതാണ് വിരുന്നുകാരനും വേട്ടക്കാരനും ഒരാളാവുന്ന അവസ്ഥ. ബുദ്ധമതത്തിന്റെ പ്രചാരകനാണ് തിക് നട്ട് ഹാൻ. അയാളെ ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കുകയും അയാളുടെ നാടിനെ ആകമാനം തകർത്ത് കളയുകയും ചെയ്യുകയാണ്, ഒരാളെ ആദരിച്ചുകൊണ്ട്. ഇതൊരു വളരെ തന്ത്രപരമായ സമീപനമാണ്. നമ്മൾ വളരെ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടത്താന്നിരിക്കുക, അതിൽ ഏറ്റവും ശൗര്യമുള്ള ലീഡറെ അവർ നോക്കി വെക്കും. മറ്റെല്ലാവരും കൊന്നാൽ അവനെ കൊല്ലില്ല, അവനെ കൊണ്ട് ഉപയോഗമുണ്ട്. അവനെ ചൂസ് ചെയ്തിട്ട് അവന് പല പല ഫേവേഴ്സും പല പല പേർക്സും കൊടുക്കും. അവനെന്ത് ചെയ്യും? അവന്റെ നിലപാട് വളരെ മൃദുവായി അവതരിപ്പിച്ച് കൂടെയുള്ളവരെ നിരായുധീകരിക്കും. നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഞാൻ പറയണത്, അതെ, കൂടെയുള്ളവരെ നിരാധീകരിക്കുക എന്നുള്ളതാണ് സമരത്തിന്റെ ഏറ്റവും വികൃതമായ മുഖം. If your protest doesn't find the right aim, it means your leader has betrayed you beyond proportion. 1857 കിട്ടേണ്ടുന്ന സ്വാതന്ത്ര്യം 47 വരെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ഇപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ, നമ്മൾ ഈ പത്രത്തിൽ മനോരമയൊക്കെ കാണാം ഇടയ്ക്ക്, ഉപകാര സ്മരണ എന്നൊരു ഫോട്ടോ, ഒരു അതുപോലെ ഗാന്ധിജിയാണ് ക്രിസ്തുമതം സൃഷ്ടിച്ച ഏറ്റവും വലിയ വിശുദ്ധൻ ഭാരതത്തിൽ. അത് സെന്റ് ആന്റണിയും അല്ല, സെന്റ് ജോർജും അല്ല, പിന്നെ പലതും ഉണ്ടല്ലോ, സെന്റ് ഫിലോമിനും ഒന്നുമല്ല. ഭാരതത്തിൽ ക്രിസ്തുമതം സൃഷ്ടിച്ച ഏറ്റവും വലിയ വിശുദ്ധൻ സെന്റ് ഗാന്ധിയാണ്. സെന്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ഓർക്കുന്നുണ്ട്, പേര് മാറ്റി മഹാത്മാ നിട്ടു, അത്രയേ ഉള്ളൂ. ഇവരാരും കുണ്ടലിൽ ഉണർന്നവരും അല്ലെങ്കിൽ ബോധ ചൈതന്യത്തെ പ്രാപിച്ചവരൊന്നും ആപ്തന്മാരൊന്നും അല്ല. they had some political intentions, motives. അപ്പൊ ഇവിടെ എന്റെ പോയിന്റ് എന്താ വെച്ചാല്, ഇതൊന്നും സനാതന ധർമ്മമല്ല. ബുദ്ധമതം സനാതനമല്ല, അല്ലെങ്കിൽ ക്രിസ്തുമതം സനാതന ധർമ്മമല്ല, ദ്വൈതവുമല്ല അദ്വൈതവും. അതായത് ഒരു ജസ്റ്റ് ഒരു ഫാന്റസിയാണ്, a fantasy to sustain the kingdom. Christianity is a fantasy to sustain the kingdom of Lord Constantine. Islam is a fantasy to sustain the kingdom of the Saudi Arabian king. നമ്മുടെ ഇവിടെ പല പൊളിറ്റിക്കലായും അപ്പൊളിറ്റിക്കലായും ഉള്ളവര് ഭാരതത്തിലോ ഭാരതത്തിനോട് ബന്ധപ്പെടുന്ന ഭൂഖണ്ഡങ്ങളിലോ ജനിച്ചവരെല്ലാവരും സനാതനത്തിലാണ് പെടുന്നതെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. പള്ളി പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാല് ഇപ്പൊ ഈ ഹിന്ദു മതത്തിൽ എത്രയോ കുട്ടികളെ മതം മാറ്റിക്കൊണ്ടുപോയ ജാക്കിർ നായിക് ഹിന്ദു ആവും. കേരളത്തിൽ അനേകം ബോംബ് പൊട്ടിക്കുകയും ബസ് കത്തിക്കുകയും ചെയ്ത മദനി ഹിന്ദു ആവും. അയ്യപ്പന്റെ ഭക്തന്മാരെ ഒന്ന് വിരിവെക്കാൻ പോലും അനുവദിക്കാതെ ഉപദ്രവിച്ച പിണറായി വിജയൻ ഹിന്ദു ആവും. എന്ന് വേണ്ട സകല മുള്ളും മുരുക്കും ഒക്കെ ഹിന്ദു ആവും. ദാറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് ഫിലോസഫി, എ വെരി ഡേഞ്ചറസ്, വളരെ ഇരുതല മൂർച്ചയുള്ള കത്തിയാണ് ആ പ്രയോഗം. അങ്ങനെ പറയുമ്പോൾ ഇവിടെ അഭിമാനമുള്ള ഹിന്ദു ഇല്ലാതാവും. പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ട്.